हमको मन की शक्ति देना, मन विजय करें, दूसरों की जय से पहले खुद को जय करें, हमको मन की शक्ति देना. ചക്രയോധയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യഥാർത്ഥ ഭക്തി അല്ലെങ്കിൽ ഭക്തൻ ആരാണ്? അമ്പലങ്ങളിലോ ദേവാലയങ്ങളിലോ സ്ഥിരമായി പോയാൽ ഭക്തി താനേ വരുമോ? ഭക്തി ഒരു വികാരം അല്ലെങ്കിൽ ഒരു ഇമോഷൻ മാത്രമല്ല, മറിച്ച് അതൊരു അവയർനെസ് ആണ്. സെൽഫ് അവയർനെസ്, സെൽഫ് അവേക്കനിങ്, അതാണ് ഭക്തിയുടെ പരമമായ രഹസ്യം. എന്നിൽ ഭക്തിയുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാനാകും? ഭക്തി 3 തരത്തിലാണുള്ളത്: കർമ്മഭക്തി, ജ്ഞാനഭക്തി, ദൈവഭക്തി. ഈ ലോകത്ത് മനുഷ്യൻ ജനിക്കുന്നത് വ്യത്യസ്തമായ ലക്ഷ്യത്തോടു കൂടിയാണ്. എപ്പോഴാണോ ഒരുവൻ അവൻ്റെ ലക്ഷ്യമെന്തെന്ന് സ്വയം തിരിച്ചറിയുന്നത്, അവിടെ അവൻ്റെ ആത്മബോധം അല്ലെങ്കിൽ അവൻ്റെ കഴിവിനെ, ആ ശക്തിയെ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നു. ചിലവർ അവരുടെ കർമ്മങ്ങളിലൂടെ, അവരുടെ പ്രവൃത്തി മേഖലകളിലൂടെ നല്ലത് ചെയ്ത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ ആ കർമ്മഭക്തിയിൽ എത്തിച്ചേരുന്നു. ജ്ഞാനഭക്തി അല്ലെങ്കിൽ അറിവ് തന്നിലും മറ്റുള്ളവരിലും കാണുകയും കണ്ടെത്തുകയും അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാം വിധം പ്രവർത്തിക്കുകയും ചെയ്യുന്നതിലൂടെ ആ ആത്മീയ തലമായ ആ ജ്ഞാനഭക്തിയിലേക്ക് എത്തിച്ചേരുന്നു. ദൈവിക ഭക്തി അല്ലെങ്കിൽ പരമമായ ആ ഭക്തി ഭൗതികമായ അറിവിനേക്കാളും സൂപ്പർസ്റ്റിഷൻ പോലുള്ള ആ അവേക്കനിങ്, സത്യം, ഹൈ ഇൻറ്റ്യൂഷനിലൂടെ മറ്റുള്ളവരെ അറിയുവാനും മനസ്സിലാക്കുവാനും ഉള്ള ആ ഒരു കഴിവ് അല്ലെങ്കിൽ ആത്മീയ തലം സാധാരണക്കാളും അപ്പുറമായിരിക്കും ആ തലത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതെല്ലാം കണ്ടെത്തുന്നത് സെൽഫ് അവയർനെസ്സിലൂടെയാണ്. ഞാൻ എന്തെന്ന് തിരിച്ചറിയൽ, എൻ്റെ മനസ്സിനെ മനസ്സിലാക്കൽ. അത് മനസ്സിലാക്കുന്നതിലൂടെ ഞാൻ എന്ന അവബോധം, അഹങ്കാരം മാറി എന്നിലുള്ള ആ നല്ല ബോധത്തെ മനസ്സിലാക്കി തുടങ്ങുന്നു. അത് സഹപ്രവൃത്തി, അനുകമ്പ, സഹാനുഭൂതി, കഴിവ്, കരുത്ത്, പ്രകൃതിയെ അറിയൽ എന്നിവയിലൂടെയെല്ലാം നാം ഈ വഴികളിലൂടെ എത്തിച്ചേരുമെന്ന് സ്വയം മനസ്സിലാക്കി തുടങ്ങുകയാണ്. അവിടെ ഈശ്വരൻ നമ്മുടെ വഴി കാണിച്ചു തരും. നമ്മുടെ മനസ്സ് അത് അറിയണം, മനസ്സിലാക്കണം, ആ ഭക്തി എന്തെന്ന് അറിയണം എന്നുള്ള ജിജ്ഞാസയെല്ലാം ഇവിടെ ഉടലെടുക്കുകയാണ്. എങ്ങനെ ഭക്തി ഉണ്ടെന്ന് മനസ്സിലാക്കാം? യഥാർത്ഥ ഭക്തി എന്താണ്? അനുഗ്രഹം ലഭിക്കാൻ അല്ലെങ്കിൽ ഈശ്വരനെ ധ്യാനിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് അറിയുവാൻ 9 പടികൾ കയറിയാണ് ആ ഭക്തി എന്ന പാരമ്യതയിലേക്ക് എത്തിച്ചേരേണ്ടത്. എന്താണ് ഈ 9 പടികൾ? ശ്രവണം കീർത്തനം വിഷ്ണു, സ്മരണം പാദസേവനം, അർച്ചനം വന്ദനം ദാസ്യം, സഖ്യം ആത്മനിവേദനം. ഭക്തിയുടെ ആദ്യത്തെ പടിയായ ശ്രവണം, കേൾക്കുക. ഏത് ഈശ്വരനെയാണോ നമ്മൾ ആരാധിക്കുന്നത് ആ ഈശ്വരനെക്കുറിച്ച്, ആ ഭഗവാനെക്കുറിച്ച് കൂടുതലായി കേൾക്കുക,
പ്രഭാഷണങ്ങളിലൂടെയും സത്സംഗങ്ങളിലൂടെയും കഥകളിലൂടെയും നമുക്ക് കേട്ട് 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 ആ ഒരു രൂപത്തെ നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പ്രഭാഷണങ്ങളിലൂടെ അല്ലെങ്കിൽ ഓരോരുത്തരും അവരുടെ അനുഭവങ്ങളിലൂടെയും കഥകളിലൂടെയും പറഞ്ഞു തന്ന് ശ്രവിക്കാനായിട്ടുള്ള താല്പര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക. പല ആൾക്കാർ പലപ്പോഴായി പറയുന്ന അവരുടെ സ്വന്തമായ അനുഭവങ്ങൾ സത്യം ആത്മാർത്ഥമായി നമ്മൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്കും നമ്മളിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ ഒരു ശക്തിയും പതുക്കെ പതുക്കെ നമ്മൾ കേട്ട് 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 നമ്മുടെ മനസ്സിലും അത് തറയ്ക്കുകയാണ്. ആ രൂപത്തെ ശ്രവണം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. കുട്ടികളിൽ എങ്ങനെയാണ് നമ്മളിത് എത്തിക്കേണ്ടത്? കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുക. പുരാണ കഥകൾ തമാശയിലൂടെ, അല്ലെങ്കിൽ എല്ലാ പുരാണ കഥകളും തന്നെ മോറൽ വാല്യൂസ്, തത്വം ഉൾക്കൊള്ളുന്നതാണ്. അവസാനം അവൻ അതിൽ നിന്നും എങ്ങനെ വിജയിച്ചു, ഇതിനെ മറികടക്കാൻ എന്ത് ചെയ്തു എന്ന നല്ല രീതിയിലുള്ള ചെറിയ ചെറിയ കഥകൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ അവനിൽ ആ ഒരു ഗുണം അല്ലെങ്കിൽ ആ ഒരു നന്മ, എനിക്കും ഇതുപോലെ ആവാൻ സാധിക്കും എന്ന് ഉള്ള ആ വഴി അവൻ്റെ കുഞ്ഞു മനസ്സിലെ ഉടലെടുക്കുകയാണ്. ഇത് ഭാവിയിലെ അവൻ്റെ സമൂഹത്തിനും നല്ലത് ചെയ്യുവാനും നല്ലതിലൂടെ നല്ലൊരു മനുഷ്യനാവാനും അവനെ ഇപ്പോഴേ ഈ കുട്ടിക്കഥകളും ശ്രവണം എന്ന് പറഞ്ഞ ആ ഒരു ഭക്തിയുടെ പടിയായ തത്വത്തിലൂടെ നമുക്ക് അവിടെ കാലെടുത്ത് വയ്ക്കാൻ കുട്ടികളെ സഹായിക്കുന്നതാണ്. അടുത്തത് കീർത്തനം. ശ്രവിച്ചത്, കേട്ടുകൊണ്ടിരിക്കുന്നത് പതുക്കെ പതുക്കെ നമ്മൾ കീർത്തനമായി പറയുവാൻ തുടങ്ങണം. നാമമന്ത്രങ്ങൾ അല്ലെങ്കിൽ ഈശ്വരാധാലയങ്ങളിൽ ഉള്ള ആ ഒരു വേദങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ, അത് കേട്ട് കേട്ട് നമ്മുടെ ഉള്ളിലും അത് നമ്മൾ പറയുവാൻ തുടങ്ങണം, പ്രാർത്ഥിച്ചു തുടങ്ങണം. ആ പ്രാർത്ഥനയിലൂടെ, നിരന്തരമായ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ശരീരത്തിലെ ഓരോ ചക്രങ്ങളിലും ആ ഒരു ശക്തി നമുക്ക് ഉണർവ് നൽകുന്നു, ഉത്തേജനം നൽകുന്നു. നെഗറ്റീവിൽ നിന്നും തളർച്ചയിൽ നിന്നും ഒരു ശക്തി, ആ ഉത്തേജകം എന്ന് പറയുന്ന ആ കീർത്തനങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ നമുക്കത് പറഞ്ഞു തുടങ്ങുന്നതിലൂടെ ആ ഭക്തിയുടെ രണ്ടാമത്തെ പടിയിലേക്ക് നമുക്ക് ചവിട്ടി കയറാനാവും. അടുത്തത് സ്മരണം. ശ്രവിച്ചു കഴിഞ്ഞു, കീർത്തനം ചെയ്തുകൊണ്ട് നമുക്ക് ആ ഭഗവാനെ, എന്നിലുള്ള ഭഗവാനെ എന്തെന്ന് കാട്ടിത്തരുവാൻ, ഏതാണോ ഞാൻ സങ്കല്പിക്കുന്ന ആ രൂപം മനസ്സിൽ തെളിഞ്ഞു തുടങ്ങും. അവിടെ ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ശക്തി കീർത്തനം പറഞ്ഞ് ആ സ്മരിക്കുന്നതിലൂടെ, എപ്പോഴും കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മളറിയാതെ തന്നെ ഭഗവാൻ അവിടെ വന്ന് സ്ഥിതി ചെയ്യുകയാണ്. സ്മരിക്കുന്നതിലൂടെ ആ ഭഗവാന്റെ ശക്തി നമ്മളിലും തെളിഞ്ഞു തുടങ്ങുകയാണ്. നേരായ വഴി എന്താണ്, എങ്ങനെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും നേരിടേണ്ടതെന്നുള്ളത് വഴി തുറന്നു തരികയാണ് സ്മരണത്തിലൂടെ. അടുത്ത പടിയായ പാദസേവനം. അമ്പലങ്ങളിൽ പോയാലോ ദേവാലയങ്ങളിലോ പോയാലോ മാത്രമേ നമുക്ക് ഭക്തി ലഭിക്കുകയുള്ളൂ. വീട്ടിലിരുന്ന് ജപിച്ചാലും അത് സാധ്യമാവുകയില്ല. പലരുടെയും ചോദ്യങ്ങളാണ് ഇതൊക്കെ, അല്ലേ? പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയായാലും അതിൻ്റേതായ ഒരു ചുറ്റുപാട് വേണം, അല്ലേ? എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഇന്നത്തെ കാലത്ത് പൂജാമുറി ഉണ്ടാകണമെന്നില്ല. ഇനി പൂജാമുറി ഉണ്ടായാലോ ചിട്ടവട്ടയായ രീതിയിൽ നമുക്ക് അതൊക്കെ കൊണ്ടുപോയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അന്തരീക്ഷം അത് നമ്മുടെ ദേവാലയങ്ങളിലും അമ്പലങ്ങളും അല്ലേ സാധ്യമാകുന്നത്. അവിടെ ഒരു പ്രത്യേക അന്തരീക്ഷം അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി, ചിട്ടയോടുകൂടിയ ഉള്ള ആ ഒരു എന്താണോ ചെയ്യേണ്ടത് അതെല്ലാം നമുക്ക് ലഭ്യമാകുന്നതും അവിടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജി അത് വീട്ടിലിരുന്നാൽ എന്തായാലും കിട്ടുകയില്ല. ജപിക്കാം വീട്ടിലിരുന്ന് സ്വസ്ഥമായിട്ട് തന്നെ, പക്ഷേ അവിടെ കിട്ടുന്നത് വേറെ തന്നെയാണ്. അപ്പോൾ അവിടെ
ചെല്ലുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ നമ്മൾ കാണുന്ന മറ്റുള്ളവരെയും, സാധാരണക്കാർ, പലതരത്തിലുള്ള ആളുകൾ, അവരുടെ വിഷമങ്ങൾ, അവരുടെ മനസ്സ് പങ്കുവയ്ക്കൽ, അവരുടെ പ്രാർത്ഥനകൾ, ഇതെല്ലാം നമ്മൾ കണ്ട് നമ്മളും അനുഭവിച്ചറിഞ്ഞ് അല്ലെങ്കിൽ നമ്മളും ഇവരുടെ കൂടെയെല്ലാം കടന്നു പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അമ്പലത്തിൽ പോവുക, ദേവാലയങ്ങളിൽ പോവുക എന്ന് പറയുന്നത് ഒരു അനുഭവം തന്നെയാണ്. അവരുടെ അർപ്പിക്കൽ അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് എന്ത് ചെയ്യാനാവുമോ, അന്നദാനം അല്ലെങ്കിൽ പലതരത്തിലുള്ള നമുക്ക് സമർപ്പണങ്ങൾ നമുക്ക് അവിടെ ചെയ്യാം അല്ലേ. പാദസേവനം, ഭഗവാനിലേക്കുള്ള പാദസേവനം സാധ്യമാകുന്നത് ഈ പടികളിലൂടെ തന്നെയാണ്. അടുത്ത പടിയായ അർച്ചനം. ഈശ്വരന് വേണ്ടി നമുക്ക് എന്ത് അർപ്പിക്കാനാവും? നമ്മളെ മനസ്സാൽ തന്നെ നമുക്ക് അർപ്പിക്കാനാവും. മനസ്സ് തുറന്ന് നമുക്ക് അർപ്പിക്കുകയും ചെയ്യാം. അത് ലഭിക്കുവാൻ വേണ്ടി പഞ്ചഭൂത വസ്തുക്കളായ ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, നിവേദ്യം എന്ന അർച്ചനകൾ ചെയ്ത് നമുക്ക് ആ ഭഗവാന്റെ ഭക്തിയിലേക്ക് കടന്നു ചെല്ലാനായിട്ട് വഴി കാണിച്ചു തരികയാണ്. അർച്ചനം എന്ന പടി സമ്പൂർണ്ണ രീതിയായ ആ 5ാമത്തെ പടിയിലൂടെ നമ്മൾ ഭഗവാനെ കൂടുതൽ കൂടുതൽ അടുക്കുകയാണ്. അടുത്തത് വന്ദനം. ഈശ്വരനെ വന്ദിക്കുക, ധാരാളം സ്മരിക്കുക, ശാരീരികമായും മാനസികമായും ഭഗവാനിലോട്ട് നമ്മളെ വന്ദിച്ച് സമർപ്പിക്കുക. നമുക്ക് അതിലൂടെ നമ്മളെയും മറ്റുള്ളവരെയും എങ്ങനെ എന്ത് ചെയ്യാൻ കഴിയും എന്നതെല്ലാം നമ്മൾ ഈ വന്ദനത്തിലൂടെയാണ് കൂടുതൽ അറിഞ്ഞു തുടങ്ങുന്നത്. ദാസ്യം. ഈശ്വരനെ പൂർണ്ണമായും ഈശ്വരനോട് നമ്മളെ സമർപ്പിക്കൽ ആണ് ദാസ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈശ്വരൻ മാത്രമല്ല, അമ്പലത്തിൽ മറ്റുള്ള കുറേ ഭഗവാന് വേണ്ടി ജോലി ചെയ്യുന്ന ദൂതന്മാരുണ്ടാവാം അല്ലേ. നമ്മൾ അവരെയും ഭഗവാനായിട്ട് തന്നെ അല്ലെങ്കിൽ അവർ ഭഗവാന് വേണ്ടി ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി, അവർ ഭഗവാന് വേണ്ടി ജോലി ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവർ ആണ് എന്ന് മനസ്സിലാക്കി, എല്ലാവരിലും നല്ലത് തിരിച്ചറിഞ്ഞ് നമ്മളാൽ കഴിയുന്നതെല്ലാം ചെയ്യുവാനുള്ള നല്ല മനസ്സ് നമ്മൾ അർപ്പിക്കുന്നതിലൂടെ ദാസ്യം എന്ന ആ പടി നമ്മൾ ചവിട്ടിക്കടക്കുകയാണ്. അടുത്തത് സഖ്യം. ഇതെല്ലാം ഈ 6-7 പടികൾ നമ്മൾ ചെയ്ത് 8ാമത്തെ പടിയായ ആ സഖ്യം എന്ന് പറയുന്ന ആ ഭക്തിയുടെ പാരമ്യത എന്ന് പറയുന്നത് ഭഗവാനെ കൂടുതൽ അടുത്തടുത്ത്, ഭഗവാൻ വേറെ ഒരു ആളല്ല, ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ വേറെ ആകാശത്തോ ഇരിക്കുന്ന ഒരാളല്ല, എന്നിൽ തന്നെ ഉണ്ട്. എൻ്റെ ഏത് ഭാവത്തിലും വേണമെങ്കിലും നമുക്ക് ഭഗവാനെ വിളിക്കാനുള്ള ആ ഒരു മനസ്സിലോട്ട് നമ്മൾ അടുക്കുകയാണ്. കൂട്ടുകാരനായിട്ടോ, അച്ഛനായിട്ടോ, അമ്മയായിട്ടോ, കാമുകനായിട്ടോ, തോഴിയായിട്ടോ, എന്താണോ നിങ്ങളുടെ ഭാവത്തിലേക്ക് നമ്മുടെ ഓരോ നിമിഷവും ആ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ പല രൂപത്തിലായിട്ട് വരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞ് ആ അനുഭൂതി നമ്മളിൽ എത്തിത്തുടങ്ങുകയാണ്. അവിടെ നമുക്ക് എന്തോ ഒരു ശക്തി, അത് അനുഭവിച്ച് തന്നെ അറിയണം. ആ ശക്തി അല്ലെങ്കിൽ നമുക്ക് വരുന്ന കഷ്ടങ്ങളെല്ലാം ഒന്നുമല്ല എന്നുള്ള ആ തിരിച്ചറിവ് ആ സഖ്യം എന്ന പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്ത പടിയായ 9ാമത്തെ പടിയായ ആത്മനിവേദനം. എന്നെ തന്നെ ഭഗവാനിൽ സമർപ്പിക്കൽ. ഞാനല്ല. ഈ പടികളൊക്കെ കടന്നു വരുമ്പോൾ എൻ്റെ ശരീരം എന്താണ് എന്നുള്ളത് ഞാൻ അറിഞ്ഞു തുടങ്ങുകയാണ്. ആ ഭഗവാൻ ഉണ്ട് എന്ന തിരിച്ചറിയൽ, ആ ആനന്ദം, ഊർജം, ശക്തി, ധൈര്യം എന്ന് വേണ്ട എല്ലാം നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ട് എന്നുള്ള ആ ആത്മബോധം നമ്മൾ അനുഭവിച്ചു തുടങ്ങുന്നു. അവർക്ക് ഒരു ദോഷവും ഒരു ദുഃഖവും ഒരു ഭയവും അവരെ അടുക്കുന്നില്ല. ഇതാണ് ഭക്തിയുടെ 9 പടികൾ, മാർഗങ്ങൾ, നവതാഭക്തി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളും തീർച്ചയായും കുറേശ്ശെ ഈ പടികളെല്ലാം കടന്ന് ആ ഭക്തി എന്ന ആ ഒരു പാരമതിയിലേക്ക് എത്തിച്ച്
നമുക്കും വേണ്ടേ ആ ആത്മബോധം, സെൽഫ് അവെയർനെസ്? നമ്മളാൽ സാധിക്കുന്നത് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.